ഇത് അത്ഭുതങ്ങളുടെ രാത്രി. ഇത് ദൈവകൃപ പെയ്തിറങ്ങുന്ന രാത്രി. നൈറ്റ് വിജിൽ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഈ രാത്രിയിൽ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലായി ഈ നൈറ്റ് വിജിലിലൂടെ അനുഗ്രഹം പ്രാപിക്കുവാൻ വേണ്ടി കാത്തിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരെയും സ്നേഹത്തോടുകൂടി ഈ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കർത്താവായ ഈശോ ഇന്ന് നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്കൊരുമിച്ച് കർത്താവിനെ ആരാധിക്കുകയും അവിടുത്തെ സ്തുതിക്കുകയും ചെയ്യാം. പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ വചനം പറയുന്നുണ്ട്, ഒന്നിനെക്കുറിച്ചും നിങ്ങൾ ആകുലരാകേണ്ട. പ്രാർത്ഥനയിലൂടെയും അപേക്ഷയിലൂടെയും നിങ്ങളുടെ യാചനകൾ ദൈവസന്നിധിയിൽ സമർപ്പിക്കുവിൻ. അതെ, ഈ രാത്രിയിൽ നമ്മുടെ ആകുലതകൾ, ഉത്കണ്ഠകൾ, നമ്മുടെ പ്രാർത്ഥനകൾ, നമ്മുടെ അപേക്ഷകൾ ഇതെല്ലാം നമ്മൾ ദൈവസന്നിധിയിൽ ഒരുമിച്ച് സമർപ്പിക്കുകയാണ്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 14:1 നമ്മൾ ഇപ്രകാരം വായിക്കുന്നു, നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, ദൈവത്തിൽ വിശ്വസിക്കുവിൻ, എന്നിലും വിശ്വസിക്കുവിൻ. ഈശോ പറയുന്ന വചനമാണ്. നമുക്കൊരു നിമിഷം നമ്മുടെ അടുത്തിരിക്കുന്ന വ്യക്തിയുടെ കരങ്ങളൊന്ന് ചേർത്ത് പിടിച്ചുകൊണ്ട് ആ വ്യക്തിയോട് ഈ വചനം ഒന്ന് ഏറ്റുപറയാം. നമ്മൾ ഇപ്രകാരമാണ് പറയുന്നത്, നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, ദൈവത്തിൽ വിശ്വസിക്കുവിൻ. ഒന്ന് പറയാമോ? നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, ദൈവത്തിൽ വിശ്വസിക്കുവിൻ. അതേ, നമ്മുടെ അസ്വസ്ഥതകള്, നമ്മുടെ ഭാരങ്ങള്, ദുഃഖങ്ങള്, ജീവിതത്തിന്റെ നൊമ്പരങ്ങള് ഇതെല്ലാം നമുക്ക് ഈശോയുടെ കരങ്ങളിലേക്ക് ഈ രാത്രിയിൽ സമർപ്പിക്കാം. പ്രിയപ്പെട്ടവരെ, ഈ നൈറ്റ് വിജിലില് കർത്താവ് നമ്മളെ അനുഗ്രഹിക്കും. വിശ്വാസത്തോടെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകും. വിശുദ്ധ യാക്കോബ് ശ്ലീഹായുടെ ലേഖനത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നു, വിശ്വാസത്തോടു കൂടെയുള്ള പ്രാർത്ഥന രോഗിയെ സുഖപ്പെടുത്തും, കർത്താവ് അവനെ എഴുന്നേൽപ്പിക്കും. നൈറ്റ് വിജിലില് ഷാലോം ടെലിവിഷനിലൂടെ കണ്ട ഒരു വ്യക്തി സാക്ഷ്യപ്പെടുത്തിയത് ഇപ്രകാരമാണ്. അദ്ദേഹവും കുടുംബവും ഈ നൈറ്റ് വിജിലിൽ ഇരുന്ന് പ്രാർത്ഥിക്കുന്നു. നാളുകളായിട്ട് വലിയ രോഗത്തിന് അടിമപ്പെട്ട വ്യക്തി, പ്രത്യേകിച്ചും മാറാത്ത തലവേദനയാൽ അദ്ദേഹം ബുദ്ധിമുട്ടുന്നു. അദ്ദേഹം പോകുന്ന വഴിക്കെല്ലാം ഗുളികകൾ ഇങ്ങനെ കരുതി സ്റ്റോക്ക് വെച്ചാണ് പോയിക്കൊണ്ടിരുന്നത്. ഇത്തിരി അസ്വസ്ഥതയിലൂടെയായിരുന്നു അവർ നടന്നുകൊണ്ടിരുന്നത്, അവരുടെ കുടുംബം പോയിക്കൊണ്ടിരുന്നത്. എന്നാൽ പ്രിയപ്പെട്ടവരെ, നൈറ്റ് വിജിൽ രാത്രിയിൽ അവർ ഷാലോം ടെലിവിഷനിലൂടെ പ്രാർത്ഥിച്ച് ശുശ്രൂഷ കണ്ടുകൊണ്ട് പ്രത്യേകിച്ചും അവർ പ്രാർത്ഥിച്ചത് ഇപ്രകാരമായിരുന്നു. ഭാര്യയും ഭർത്താവും ഒരുമിച്ച് കരങ്ങൾ കോർത്ത് ഷാലോം ടെലിവിഷന്റെ മുൻപിൽ ഇരുന്നു കൊണ്ട് പ്രാർത്ഥിച്ചു. പ്രിയപ്പെട്ടവരെ, അത്ഭുതം എന്ന് പറയട്ടെ, ആ രാത്രിയിൽ തന്നെ അദ്ദേഹത്തിന്റെ തലവേദനയും, വർഷങ്ങളായിട്ട് മാറാതെയുള്ള തലവേദന, അതിനോടനുബന്ധിച്ചുള്ള മറ്റ് അസ്വസ്ഥതകള് ആ രാത്രിയിൽ തന്നെ കർത്താവ് എടുത്തു മാറ്റി. അതെ, വിശ്വാസത്തോടു കൂടിയുള്ള പ്രാർത്ഥനയ്ക്ക് കർത്താവിന്റെ സന്നിധിയിൽ ഉത്തരമുണ്ട്, വലിയ ഉത്തരമുണ്ട്. നമുക്കറിയാം, ബെത്സൈദ കുളക്കരയിൽ കിടന്ന രോഗി 38 വർഷം അവിടെ കിടന്നു. പക്ഷെ കർത്താവിന് ആ വ്യക്തിയെ അനുഗ്രഹിക്കുവാനായിട്ട് ഒരു സമയമുണ്ടായിരുന്നു. അത് ഈശോ സന്ദർശിച്ച സമയമാണ്, ഈശോ അവിടെ കടന്നു ചെന്ന സമയമാണ്. പ്രിയപ്പെട്ടവരെ, ഒരുപക്ഷെ കാലങ്ങളായിട്ട് നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ടായിരിക്കും, വർഷങ്ങളായിട്ട് നമ്മൾ രോഗാവസ്ഥയിലൂടെ കടന്നു പോകുന്നവരായിരിക്കും, ഒത്തിരി ചികിത്സകൾ നമ്മൾ നടത്തിയവരായിരിക്കും. എന്നാൽ നിങ്ങളൊന്ന് വിശ്വസിക്കുക, ഈ രാത്രി എനിക്കും നിങ്ങൾക്കും വേണ്ടി ദൈവം തിരഞ്ഞെടുത്ത രാത്രിയാണ്. അന്ന് ആ തളർവാദ രോഗിയെ കർത്താവ് സന്ദർശിച്ചതുപോലെ ഈ രാത്രി ദൈവം നമ്മളെ സന്ദർശിക്കുന്ന രാത്രിയാണ്, ഈശോ നമ്മെ സന്ദർശിക്കുന്ന രാത്രിയാണ്. ആ വിശ്വാസത്തോടുകൂടി നമുക്ക് ഒരുമിച്ച് എവിടെയായിരുന്നാലും, കുടുംബത്തിലായിരുന്നാലും, മറ്റ് ജോലി സ്ഥലത്തായിരുന്നാലും, എവിടെയായിരുന്നാലും ഈ രാത്രിയിൽ നമുക്ക് ഈശോയെ ആരാധിക്കുവാനായിട്ട് ഒരുങ്ങാം. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ കുടുംബത്തിന്റെ പ്രാർത്ഥനാ നിയോഗങ്ങൾ ഇപ്പോൾ ദൈവസന്നിധിയിലേക്ക് കൊടുക്കുക. കുടുംബമായിട്ട് പ്രാർത്ഥിക്കുന്നവര് നിങ്ങളുടെ കുടുംബത്തിന്റെ പ്രാർത്ഥനകൾ ഇപ്പോൾ, നിയോഗങ്ങൾ ഇപ്പോൾ ഈശോയുടെ സന്നിധിയിലേക്ക് കൊടുക്കുക. ഈ രാത്രി നിങ്ങളുടെ കുടുംബത്തെ ദൈവം അനുഗ്രഹിക്കും, നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ദൈവം അനുഗ്രഹിക്കും, ജീവിത പങ്കാളിയെ ദൈവം അനുഗ്രഹിക്കും.
നമുക്ക് കർത്താവിൽ ആശ്രയിക്കാം പ്രിയപ്പെട്ടവരെ, കർത്താവിൽ ആശ്രയിക്കാം. നമുക്ക് പത്രോസ്ലീഹായുടെ ലേഖനത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ട്: നിങ്ങളുടെ ഉത്കണ്ഠകളെല്ലാം ദൈവത്തെ ഏൽപ്പിക്കുവിൻ, അവിടുന്ന് നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്. അവിടുന്ന് നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്. അതെ, ഒരുപക്ഷെ ഏതെങ്കിലും തരത്തിലുള്ള നിരാശകൾ നമ്മളെ അലട്ടുന്നുണ്ടെങ്കിൽ, അനേക നാളുകളായിട്ട് പ്രാർത്ഥിച്ചിട്ടും ഉത്തരം ലഭിക്കാത്ത ജീവിത പ്രശ്നങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നതെങ്കിൽ, പ്രിയപ്പെട്ടവരെ, ഈ രാത്രി നീ ദൈവസന്നിധിയിൽ ഒരിക്കൽ കൂടി നിന്റെ വിഷയം ഒന്ന് സമർപ്പിക്കുക, പ്രാർത്ഥനകളൊന്ന് സമർപ്പിക്കുക. അതേ, കർത്താവ് തളർന്നവന് ബലം നൽകുന്നവനാണ്, ദുർബലന് അവിടുന്ന് ശക്തി പകരുന്നവനാണ്. യെശയ്യാ പ്രവാചകനിലൂടെ കർത്താവ് അരുളി ചെയ്യുന്നു, ചെറുപ്പക്കാർ പോലും ശക്തിയേറ്റു വീണേക്കാം, എന്നാൽ കർത്താവിൽ ആശ്രയിക്കുന്നവർ വീണ്ടും ശക്തി പ്രാപിക്കും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവിൽ ആശ്രയിക്കുന്നവർ വീണ്ടും ശക്തി പ്രാപിക്കും. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരും. അവരോടിയാൽ ക്ഷീണിക്കുകയില്ല, നടന്നാൽ തളരുകയുമില്ല. പ്രിയപ്പെട്ടവരെ, നമുക്ക് കർത്താവിൽ ആശ്രയിക്കാം. സർവശക്തനായ ദൈവത്തിൽ നമുക്ക് ആശ്രയിക്കാം. എല്ലാ നിരാശയും, എല്ലാ മടുപ്പും തളർച്ചയും ഈശോ എടുത്തു മാറ്റും. പുതിയൊരു ജീവിതം കർത്താവ് നമുക്കായിട്ട് നൽകും. അതെ, നമുക്ക് ആശ്രയിക്കുവാനായിട്ട് സർവശക്തനായ ദൈവം മാത്രമേ ഉള്ളൂ. നമുക്ക് ആശ്രയിക്കുവാനായിട്ട് സർവശക്തനായ കർത്താവ് മാത്രമേ ഉള്ളൂ. അവിടുത്തെ കരങ്ങളിലേക്ക് നമ്മുടെ ജീവിതങ്ങളെ കൊടുക്കുക. ഒരു നിമിഷം കണ്ണുകൾ അടച്ച്, പ്രിയ സഹോദര, സഹോദരി, പ്രിയ കുഞ്ഞേ, പ്രിയ അപ്പച്ച, നിങ്ങളുടെ ജീവിതങ്ങളെ ഇപ്പോൾ കർത്താവിലേക്ക് കൊടുക്കുക. ജീവിതത്തിന്റെ വഴിത്തിരിവിൽ നിന്നുകൊണ്ട് എങ്ങോട്ട് പോകണമെന്നറിയാതെ വിഷമിക്കുന്ന ഒരു വ്യക്തിയാണോ നീ? ആരുടെ മുൻപിൽ പോയി ഞാൻ ഇനി കൈ നീട്ടുമെന്നോർത്ത് വിഷമിക്കുന്ന ഒരു വ്യക്തിയാണോ? ജോലി മേഖലയിൽ നീ പരാജയപ്പെട്ട ഒരു വ്യക്തിയാണോ? ഇനി ആരിൽ ഞാൻ ആശ്രയിക്കും, ഇനി ഞാൻ എന്തു ചെയ്യുമെന്നോർത്ത് വിഷമിക്കുന്ന ഒരു വ്യക്തിയാണോ നീ? കുടുംബത്തിൽ ഈ നാളുകളിൽ ഒത്തിരിയേറെ തകർച്ചയിലൂടെ കടന്നു പോകുന്ന ഒരു വ്യക്തിയാണോ നീ? എങ്കിൽ അത്യുന്നതനായ കർത്താവിന്റെ മുൻപിലേക്ക് നിന്റെ ജീവിതത്തെ ഈ രാത്രിയിൽ കൊടുക്കുക. ഈശോ എന്ന കുഷ്ഠരോഗിയോട് പറഞ്ഞു, എനിക്ക് മനസ്സുണ്ട്, നിനക്ക് ശുദ്ധിയുണ്ടാകട്ടെ. ഈ രാത്രി ഈശോ നമ്മളോട് പറയുകയാണ്, എനിക്ക് മനസ്സുണ്ട് മകനെ, മകളെ, നിന്നെ സൗഖ്യപ്പെടുത്തുവാൻ എനിക്ക് മനസ്സുണ്ട്, നിന്നെ രക്ഷിക്കുവാൻ എനിക്ക് മനസ്സുണ്ട്, നിന്റെ കുടുംബത്തെ അനുഗ്രഹിക്കുവാൻ എനിക്ക് മനസ്സുണ്ട്, നിന്നെ ഈ തകർച്ചയിൽ നിന്നും ഉയർത്തുവാനായിട്ട് എനിക്ക് മനസ്സുണ്ട്. കരങ്ങള് അല്പം യാചനാരൂപത്തിൽ തുറന്നു പിടിച്ചുകൊണ്ട് ഈശോയെ നിങ്ങളുടെ മനസ്സിൽ ധ്യാനിച്ച്, ഈശോയെ കണ്ടുകൊണ്ട്, ജീവിതത്തിന്റെ എല്ലാ അവസ്ഥകളെയും കർത്താവിന് കൊടുത്തുകൊണ്ട് ഈ രാത്രിയിൽ നമ്മളെ അനുഗ്രഹിക്കുന്ന, നമ്മുടെ കരങ്ങൾ ചേർത്ത് പിടിക്കുന്ന, നമ്മുടെ കുടുംബത്തിന്റെ പ്രാർത്ഥനാ നിയോഗത്തെ ഏറ്റെടുക്കുന്ന, കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കുന്ന, ജീവിത പങ്കാളിയെ അനുഗ്രഹിക്കുന്ന, ജോലി മേഖലകളെ അനുഗ്രഹിക്കുന്ന ഈശോയുടെ കരങ്ങളിലേക്ക് ജീവിതത്തെ കൊടുത്തുകൊണ്ട് നമുക്ക് അവിടുത്തെ ആശ്രയിച്ച് ഈ ഗാനത്തിന്റെ വരികളിലൂടെ കടന്നു പോകാം. പ്രാർത്ഥനയോടെ നമുക്ക് പാടാം. എന്നും പുലർത്തും എൻ്റെ ആവശ്യങ്ങൾ എല്ലാം അറിയും. ദുഃഖനാളിൽ കൈവിടാതെ തൻ്റെ ചിറകിൻ നിഴലിൽ
എന്നും പുലർത്തും എൻ്റെ ആവശ്യങ്ങൾ എല്ലാം അറിയും. ദുഃഖനാളിൽ കൈവിടാതെ തൻ്റെ ചിറകിൽ നിഴലിൽ മറയ്ക്കും. കരങ്ങൾ നെഞ്ചോട് ചേർത്ത് വെച്ച് ജീവിതത്തെ സമർപ്പിച്ച് ബാധയോ എന്നെ തൊടുകയില്ല. പാതകളിൽ ദൈവത്തിൻ്റെ ദൂതന്മാർ കരങ്ങളിൽ വഹിക്കും. ഭയത്തെയും പകലിൽ പറക്കുമസ്ത്രത്തെയും ഇരുളതിലെ മഹാമാരി സംഹാരത്തെയും ഞാൻ പേടിക്കില്ല. പകലിൽ പറക്കും വസ്ത്രത്തെ
ദൈവം നമ്മളെ സഹായിക്കും. യേശു നമ്മുടെ കൂടെയുണ്ട്. അതെ, അവൻ ഇമ്മാനുവേലാണ്, നമ്മുടെ കൂടെ വസിക്കുന്നവനാണ്. യേശുവേ സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. യേശുവേ സ്തോത്രം, സ്തോത്രം, സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ. ഹൃദയത്തിൽ നിന്ന് കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ ഞങ്ങളങ്ങേ ആരാധിക്കുന്നു. യേശുവേ സ്തോത്രം, സ്തോത്രം, സ്തോത്രം. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി. യേശുവേ സ്തോത്രം, സ്തോത്രം. കണ്ണുകൾ തുറന്ന് കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്ക് ഈ നിമിഷങ്ങളിൽ വലിയ സന്തോഷത്തോടെ ആയിരിക്കാം. പ്രിയപ്പെട്ടവരെ, സങ്കീർത്തകൻ പറയുന്നുണ്ട്, അങ്ങയുടെ അനുഗ്രഹങ്ങൾ എത്ര വിപുലമാണ്, അങ്ങയുടെ അനുഗ്രഹങ്ങൾ എത്ര വിപുലമാണ്. തൻ്റെ ഭക്തന്മാർക്ക് വേണ്ടി അവിടുന്ന് അത് ഒരുക്കി വെച്ചിരിക്കുന്നു. അതേ രാത്രിയിൽ കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കുമ്പോൾ ഒരു നിമിഷം ഒന്ന് ചിന്തിച്ചു നോക്കുക. ദൈവം എന്തുമാത്രം അനുഗ്രഹങ്ങൾ എനിക്കും നിങ്ങൾക്കും കർത്താവ് നൽകിയിട്ടുണ്ട്. ഒരു നിമിഷം ഒന്ന് ചിന്തിച്ചു നോക്കുക. നമ്മുടെയൊക്കെ ജനനം മുതൽ ഈ നാൾ വരെയും എത്രയോ ഭൗതികമായ അനുഗ്രഹങ്ങൾ ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട്. എത്രയോ ആത്മീയമായ അനുഗ്രഹങ്ങൾ ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട്. നമുക്ക് നന്ദിയുള്ള ഹൃദയത്തോടെ കർത്താവിൻ്റെ മുമ്പിലായിരിക്കാം. സങ്കീർത്തകൻ പറയുന്നുണ്ട്, ദൈവമായ കർത്താവേ, അങ്ങ് എത്രയോ അത്ഭുതങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചു. അവിടുന്ന് ഞങ്ങളുടെ കാര്യത്തിൽ എത്രയോ ശ്രദ്ധാലുവായിരുന്നു. എത്ര അത്ഭുതങ്ങളാണ് അവിടുന്ന് ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചത്. ഞങ്ങളുടെ കാര്യത്തിൽ അവിടുന്ന് എത്രയോ ശ്രദ്ധാലുവായിരുന്നു. അതെ, ദൈവം നമ്മളെ സൂക്ഷിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഒരു നിമിഷം കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്കൊന്ന് എഴുന്നേറ്റ് നിൽക്കാം. എണ്ണി തീർക്കുവാൻ പറ്റാത്ത വിധത്തിൽ അവിടുന്ന് നമ്മുടെ മേൽ ചൊരിഞ്ഞ അനുഗ്രഹങ്ങളെല്ലാം നമുക്കൊന്ന് നന്ദിയോടെ ഓർക്കാം. നമ്മുടെ കുടുംബത്തെ നമുക്കൊരു നിമിഷം ഓർക്കാം. നമ്മുടെ പ്രിയപ്പെട്ടവരെ നമുക്കൊന്ന് ഓർക്കാം. നമ്മുടെ വീട്ടിൽ നമ്മളോടൊപ്പം കഴിയുന്ന എല്ലാവരെയും നന്ദിയോടെ നമുക്കൊന്ന് ഓർക്കാം. അതുപോലെ കർത്താവ് നമുക്ക് നൽകിയ എല്ലാ അനുഗ്രഹങ്ങളെയും മറ്റെല്ലാ അനുഗ്രഹങ്ങളെയും നമുക്ക് നന്ദിയോടെ ഓർത്തുകൊണ്ട് ഈശോയുടെ മുൻപിൽ ഈ നിമിഷങ്ങളിലായിരിക്കുമ്പോൾ വലിയ നന്ദിയോടെ നമുക്ക് കർത്താവിനെ ആരാധിക്കാം. അതെ, പിതാവായ ദൈവം തൻ്റെ ഏകജാതനെ നമുക്കായിട്ട് കുരിശിൽ ബലിയർപ്പിച്ചു. മറ്റൊന്നിനും വേണ്ടിയല്ല, നമ്മളെ അവിടുത്തെ പുത്രരാക്കി തീർക്കുവാനായിട്ടാണ്. ഈ രാത്രിയിൽ അവിടുത്തെ സ്നേഹം നമ്മൾ ഓർത്ത് അവിടുത്തെ ആരാധിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, അവിടുത്തെ സ്നേഹത്തെ ഓർത്ത് അവിടത്തേക്ക് നന്ദി പറയുകയാണ്. ഈ പാട്ടിൻ്റെ ഇരടികളിലൂടെ കടന്നു പോകുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ദൈവം ഇതുവരെയും ചൊരിഞ്ഞ എല്ലാ അനുഗ്രഹങ്ങളെയും ഒരു നിമിഷം ഒന്ന് ഓർക്കുക. ഭൗതികമായ അനുഗ്രഹങ്ങൾ, ആത്മീയമായ അനുഗ്രഹങ്ങൾ, കർത്താവിനെ വിശ്വസിക്കുവാനായിട്ട് അവിടുത്തെ ശുശ്രൂഷയിലേക്ക് കടന്നു വരുവാനായിട്ട് നമ്മളെ വിളിച്ചതിനെ ഓർത്തുകൊണ്ട്, ദൈവം ഇന്നും നമ്മളിലൂടെ ജീവിക്കുന്നതിനെ ഓർത്തുകൊണ്ട് നന്ദി പറഞ്ഞ് വലിയ സന്തോഷത്തോടു കൂടി നമുക്ക് ഒരുമിച്ച് കർത്താവിനെ ആരാധിക്കാം. കരങ്ങളടിച്ച് സന്തോഷത്തോടെ ചിരിച്ചുകൊണ്ട്
ദുരന്തനാം തൻ സ്വന്തം പുത്രനാ ബന്ധങ്ങൾ അഴിച്ചുവല്ലോ. പാടി സ്തുതിക്കും ഞാൻ പാടി സ്തുതിക്കും സ്തോത്രഗീതം പാടി സ്തുതിക്കും. പാടി സ്തുതിക്കും ഞാൻ പാടി സ്തുതിക്കും സ്തോത്രഗീതം പാടി സ്തുതിക്കും. ശത്രുവാമനെ പുത്രനാക്കുവാൻ പുത്രനെ കുരിശിലേൽപ്പിച്ചു. പുത്രത്വം നൽകി എത്ര സൗഭാഗ്യം സ്തോത്രഗീതം പാടി സ്തുതിക്കും. പാടി സ്തുതിക്കും ഞാൻ പാടി സ്തുതിക്കും സ്തോത്രഗീതം പാടി സ്തുതിക്കും. പാടി സ്തുതിക്കും ഞാൻ പാടി സ്തുതിക്കും സ്തോത്രഗീതം പാടി സ്തുതിക്കും. അടുത്തുള്ളവരുടെ മുഖത്തൊക്കെ ഒന്ന് നോക്കി ശക്തിപ്പെടുത്തി സന്തോഷത്തോടെ ആരാധിക്കാം. വിളിച്ചു എന്നെ വെളിച്ചമാക്കി വിളിച്ചവനായി ശോഭിപ്പാൻ. ഒളി വിതറും നൽ കിളിവചനം എളിയവനെങ്ങും ഘോഷിക്കും. പാടി സ്തുതിക്കും ഞാൻ പാടി സ്തുതിക്കും സ്തോത്രഗീതം പാടി സ്തുതിക്കും. പാടി സ്തുതിക്കും ഞാൻ പാടി സ്തുതിക്കും സ്തോത്രഗീതം പാടി സ്തുതിക്കും. പാടി സ്തുതിക്കും ഞാൻ പാടി സ്തുതിക്കും സ്തോത്രഗീതം പാടി സ്തുതിക്കും.